മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, പരിശുദ്ധമായ ഒരു ശരീഅത്തിന്റെ ആൾക്കാരാണ് നമ്മൾ. പരിഭാവനമായ ഒരു ശരീഅത്തിന്റെ വാക്കുതാക്കളാകുന്നു നമ്മൾ. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വഹാബത്തിനിടയിൽ എന്തെങ്കിലും തർക്കമുണ്ടായാൽ അത് നബി തങ്ങളോട് ചോദിക്കലായിരുന്നു പതിവ്. നബി തങ്ങൾക്ക് ശേഷം സ്വഹാബത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടായാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു തീരുമാനം പറഞ്ഞാല് ശരി, അങ്ങനെ തന്നെ തീരുമാനമാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് സെയ്ദ് ബിൻ ഹാരിസത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലെ ഒരു സംഘം യോദ്ധാക്കളെ അതിർത്തിയിലേക്ക് നിയോഗിച്ചിരുന്നു. അവർ പോയിട്ടില്ല, പോകാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നേ ഉള്ളൂ. ആ സമയത്താണ് മുസ്തഫായ നബി തങ്ങൾ വഫാത്താകുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധികാരമേറ്റു, ഖലീഫയായി. യുദ്ധസംഘത്തെ പറഞ്ഞേക്കാൻ വേണ്ടി ഒരുങ്ങി. അപ്പൊ സ്വഹാബത്തിന്റെ ഇടയിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം. ഈ സമയത്ത് പിന്നെ ഒരു യുദ്ധം വേണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കിടക്കുന്നു, മരണപ്പെട്ടു, ഖബറിലാണ്. അതിന്റെ ദുഃഖം മാറിയിട്ടില്ല. അതിർത്തിയിൽ ഒരു യുദ്ധത്തിന്റെ ആവശ്യമില്ല. ഓല് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നോക്കിയാ പോരെ. അതുകൊണ്ട് ഇപ്പൊ ഒരു യുദ്ധം വേണ്ടെന്ന് സ്വഹാബത്തിന് അഭിപ്രായം. ആർക്കും സിദ്ദീഖിനോട് നേർക്ക് നേരെ പറയാൻ ധൈര്യമില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു സഹാബത്ത് പറഞ്ഞു, ഉമർ ഖത്താബ് എന്നവരെ, ഈ സമയത്ത് ഒരു യുദ്ധം വേണോ? നമുക്ക് അല്പം കഴിഞ്ഞ് യുദ്ധസംഘത്തെ ഒന്ന് വികസിപ്പിച്ച് യുദ്ധത്തിൽ പരിചയമുള്ള ആളുകളെ നേതൃസ്ഥാനത്ത് കൊണ്ടുവന്ന്. സെയ്ദ് ബിൻ ഹാരിസ അന്ന് കുട്ടിയാണ്, ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിൻ ഹാരിസയുടെ മകനാണ് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. ഉസാമ വളരെ ചെറിയ കുട്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തുപുത്രനായിരുന്നു ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. ഇപ്പൊ ഒരു യുദ്ധം വേണോ എന്ന് പറഞ്ഞു. ഉമർ ഖത്താബിനും തോന്നി അതൊരു ശരി തന്നെയുള്ള ഇപ്പൊ ഒരു യുദ്ധം വേണോ. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്നു സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനായ സിദ്ദീഖുൽ അക്ബറിനോട് ചോദിച്ചു, അബൂബക്കർ സിദ്ദീഖ് എന്നവരെ, ഈ സമയത്ത് നമുക്കൊരു യുദ്ധം വേണോ? കുറച്ച് കഴിഞ്ഞിട്ട് യുദ്ധസംഘത്തെ ഒന്നുകൂടി വികസിപ്പിച്ച് അലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ധീരരായ യോദ്ധാക്കളൊക്കെ നേതൃസ്ഥാനത്ത് വെച്ചിട്ട് ചെയ്താ പോരേ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുസ്തഫായ നബി തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് നിയോഗിച്ച ഒരു യുദ്ധസംഘമാണ്. അവർ യുദ്ധത്തിന് പോയി, എല്ലാവരും മരിച്ചു. അവസാനം ശത്രുക്കൾ മദീനയിലേക്ക് ഇങ്ങോട്ട് കയറി വന്നു. മദീനയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും മയ്യത്ത് കൊണ്ട് മദീനയുടെ തെരുവോരങ്ങൾ നിറഞ്ഞു കഴിഞ്ഞാലും അല്ലാഹുവിന്റെ റസൂൽ നിയോഗിച്ച ഒരു സംഘത്തെ തിരിച്ചു വിളിക്കൂല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെന്നെ എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. തിരിച്ചു വിളിക്കാൻ പറ്റില്ല, അതന്നെയാണ് എന്റെ അഭിപ്രായം എന്ന്. ഞാൻ അത് പറഞ്ഞ എന്തിനാ? സഹാബത്തിന്റെ കാലത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം പറഞ്ഞാൽ അതിന്റെ മേലെ വേറൊരാൾ പറയില്ല. എന്ത് പറഞ്ഞു എന്നതിനേക്കാൾ ആര് പറഞ്ഞു എന്നാണ് നോക്കിയിരുന്നത്. അത് കഴിഞ്ഞ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം പറഞ്ഞാൽ അത് തന്നെയായിരുന്നു തീരുമാനം. അതിനുശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ്, അവർക്ക് ശേഷം ബദറിൽ പങ്കെടുത്ത ആളുകൾ എന്താണ് പറയുന്നത് എന്നാണ് നോക്കിയിരുന്നത്. ബദരീങ്ങൾ എന്താ പറയണത്, ആ അഭിപ്രായം എടുക്കും. സ്വഹാബത്തിന് സ്ഥാനം നൽകി താബിഉകൾ. താബിഉകളുടെ കാലത്ത് സ്വഹാബത്ത് എന്താ പറഞ്ഞത് എന്ന് നോക്കലായിരുന്നു പതിവ്. അത് കഴിഞ്ഞതിന് ശേഷം താബിഉകൾ എന്താണ് പറഞ്ഞിരുന്നത് നോക്കും. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം നോക്കും. മഹാനവറുകൾ സയ്യിദു താബിഈനാണ്, താബിഈങ്ങളുടെ നേതാവാണ് സയ്യിദുനാ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ അഭിപ്രായം എന്താ നോക്കും, അത് സ്വീകരിക്കും. അടുത്ത കാലം വരെയും അങ്ങനെയാണ്. എന്ത് പറഞ്ഞു എന്നല്ല നോക്കല്, ആര് പറഞ്ഞു എന്നാ നോക്കല്. അഹമ്മദ് കോയ ശാലിയാത്തി പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ
അതന്നെ ഇക്കാരം ശരി, നമ്മക്ക് വിവരമില്ലാത്തതുകൊണ്ട് ഇക്കാരം എന്ന് വിചാരിക്കും ആളുകൾ. ഇന്ന് ഇമാം ഷാഫി പറഞ്ഞാലും അതൊന്നല്ല ശരി, അതിനേക്കാൾ വിവരം എനിക്കാണ് എന്ന് പറഞ്ഞ ആൾക്കാരാണ്. തിരിഞ്ഞപ്പോ നിങ്ങൾക്ക് സംഗതി ഇതാണ് ഇപ്പൊ വിഷയം. ഷാഫി ഇമാം പറഞ്ഞതാണ് എന്ന് പറഞ്ഞാലും ആ ഹദീസ് മൂപ്പർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, അത് നമ്മക്കേ കിട്ടിയതുള്ളൂ എന്ന് ആൾക്കാർ വിചാരിക്കുക. എന്താ കട്ട 10 ലക്ഷം ഹദീസുകൾ കാണാതെ പഠിച്ച ആളാണ് സയ്യിദുനാ ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു. 7-ാം വയസ്സിൽ ഖുർആൻ മനപ്പാഠമാക്കിയ ആളാണ്. 12-ാമത്തെ വയസ്സിൽ ദർസ് നടത്താനും ഫത്വ കൊടുക്കാനും തുടങ്ങിയ ആളാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഷാഫി ഇമാം ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ശരിയാവാൻ സാധ്യതയില്ല. സാധ്യത ഉള്ളത് നമ്മൾ പറഞ്ഞ അഭിപ്രായം ശരിയാവാനാണ് എന്നുള്ളിടത്താണ് ആളുകൾ എത്തിയത്. എന്താ കട്ട ഉസ്താദിന്റെ വീടിന് നേരെ കാൽ നീട്ടാറുണ്ടായിരുന്നില്ല അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. തന്റെ വീട് കഴിഞ്ഞ് 7 വീടുകൾക്കപ്പുറത്തായിരുന്നു ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വീടുണ്ടായിരുന്നത്. മഹാനവറുകളുടെ വീട് കഴിഞ്ഞിട്ട് 7 വീടിന്റെ അപ്പുറത്താണ് അബൂ ഹനീഫ ഇമാമിന്റെ ഉസ്താദിന്റെ വീടുള്ളത്. ഉസ്താദിന്റെ വീടിന് നേരെ കാൽ നീട്ടൂല. മംഗലാപുരത്തേർക്ക് കുറച്ച് ബഹുമാനം കൂടുതലാണ്. ഇന്നൊന്നിപ്പോ ഇങ്ങനെ ബഹുമാനിക്കേണ്ട യാതൊരു കാര്യം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഞാനൊരു പ്രഭാഷകൻ മാത്രമാണ്, ഒരാബിദല്ല, ഭയങ്കര ഇബാദത്ത് ചെയ്യുന്ന ഒരാളല്ല. കുറച്ച് കൂടുതലാന്ന് എനിക്ക് അഭിപ്രായം. അത്രയൊന്നും വേണ്ട. നമ്മുടെ ഖൽബിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഏറ്റവും വലുതാവേണ്ടത്. ബാക്കിയൊക്കെ അതിന് താഴെ. ഏറ്റവും വലുതാവേണ്ടത് ശൈത്താനൊരു പണിയുണ്ട്, മനസ്സിലായിക്കോളി. ശൈത്താനൊരു പണിയുണ്ട്. അതെന്താ പണി വെച്ചാല് ആവശ്യമില്ലാത്ത ആളുകളെ, എന്നെ പോലത്തെ ആൾക്കാരെ ഖൽബിൽ വലുതാക്കി തരാം. സാലിം ബൈജി ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വലുതാക്കുക. ഇങ്ങനെ വലുതാക്കിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയൊരു കറാഹത്ത് പോലെയുള്ള സാധനങ്ങൾ ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്തും. അപ്പൊ ശൈത്താൻ എന്നിട്ട് ഒഴിഞ്ഞിരുന്നിട്ട് പറയും, എന്നോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ല എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് പറയാനുള്ള പരിപാടിയാണത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ആരും നമ്മുടെ ഖൽബിൽ വലുതാണ്ട. സയ്യിദന്മാരൊക്കെ അവർക്ക് സിയാദത്ത് എന്ന രക്തഗുണമുണ്ട്. എന്തൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും സിയാദത്ത് എന്ന രക്തഗുണം അവർക്കുണ്ട്. അപ്പൊ ആവശ്യത്തിനാണ് വലുതാകേണ്ടത്, ആവശ്യത്തിനാണ് വലുതാക്കേണ്ടത്, അതിന്റെ അപ്പുറം വലുതാക്കണ്ട. ഇന്റെ ഗുണം എത്രയുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയല്ലോ. അതുകൊണ്ട് കുറച്ചേറെയാണ്, ലേശം കുറക്കണം എന്നാണ്. പക്ഷെ നല്ലതാണ് സംഗതിയൊക്കെ നല്ലതാണ്. ശൈത്താൻ ചൂഷണം ചെയ്യുന്നത് നോക്കണം, അത്രേ ഞാൻ പറയണുള്ളൂ. സംഗതിയൊക്കെ നല്ലത് തന്നെയാണ്. ശൈത്താൻ നമ്മളെ ചൂഷണം ചെയ്യുന്നത് നന്നായി ശ്രദ്ധിക്കണം, അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഓരോ ആളുകളെയും അവരുടെ ദറജക്കനുസരിച്ചാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ എന്തേ പറഞ്ഞത്, എന്തേ ഇപ്പൊ പറയാൻ കാരണം എന്നറിയില്ല. എന്തായാലും ആളെ നോക്കലാണ് പഴയ പതിവ്. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞതാണ്, ഉസ്താദിന്റെ വീടിന്റെ നേരെ കാൽ നീട്ടൂലായിരുന്നു. മഹാനായ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു എവിടെയാണോ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ സ്ഥലം നേരത്തെ നിശ്ചയിച്ച് അവിടെ ഇരുന്ന് 40,000 ഖത്തം ഓതി തീർത്തിട്ടുണ്ട്. അങ്ങനത്തെ അബൂ ഹനീഫ ഇമാം ഒരു അഭിപ്രായം പറഞ്ഞാൽ നമുക്ക് തോന്നുക അത് മൂപ്പർക്ക് ഈ ഹദീസ് കിട്ടാത്തോണ്ട് ഇക്കാരം. എന്താ ഇനി കാട്ടുക? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഒരു അഭിപ്രായം പറഞ്ഞപ്പോ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു അഭിപ്രായം പറഞ്ഞപ്പോ നമുക്ക് തോന്നുക അതിനേക്കാളും നല്ല അഭിപ്രായം നമ്മൾ പറഞ്ഞതാണ്. ഇത് അടുത്ത കാലം വരെ ഉണ്ടായിരുന്നില്ല. എന്തു പറഞ്ഞു എന്നതിനേക്കാൾ ആര് പറഞ്ഞു എന്നാണ് നോക്കിയിരുന്നത്. അതുകൊണ്ട് ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങളല്ല, മുഅ്മിനിന്റെ ജീവിതമാണ്. ശ്രദ്ധ പോയല്ലോ എല്ലാരും, ഇങ്ങനെ ശ്രദ്ധിക്ക്. ഉസ്താദ് വന്നിട്ടുണ്ട്, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഇങ്ങോട്ട് നോക്കിയെല്ലാരും നോക്കണ്ടല്ലോ. അടുത്ത കാലം വരെ
എന്തു പറഞ്ഞു എന്നതിനേക്കാൾ ആര് പറഞ്ഞു എന്നതിന് പ്രാധാന്യം കൊടുത്തിരുന്നു. തൊട്ടടുത്ത കാലത്താണ് എന്താ പറഞ്ഞത് എന്ന് നോക്കി തുടങ്ങിയത്. ആര് പറഞ്ഞു എന്നത് പ്രശ്നമല്ല, എന്തു പറഞ്ഞു എന്നുള്ളതാണ്. ഇസ്ലാം ദീൻ പ്രമാണങ്ങളല്ല, മുഅ്മിനിന്റെ ജീവിതമാണ്. മാലിക് ദീനാറും സംഘവും ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നപ്പോഴേ ഒരു ലോറി നിറയെ കിതാബ് കൊണ്ട് വന്നതല്ല, അവരുടെ ശരീരം കൊണ്ടാണ് വന്നത് എന്ന്. ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാലേ ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, ഏഡിലുണ്ട്, കിതാബിലുണ്ട്, സൈറ്റിലുണ്ട്, യൂട്യൂബിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന്. നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നതാണ് പ്രശ്നം. ഹദീസുകൾ നമ്മൾ കേൾക്കാറുണ്ട്, പക്ഷെ ആ ഹദീസ് ജീവിതത്തിന്റെ ഭാഗമാവലുണ്ടോ? ഹദീസ് നമ്മൾ കേൾക്കുമല്ലോ, പക്ഷെ ഹദീസ് ജീവിതത്തിന്റെ ഭാഗമാവോ? വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും എന്റെ സമുദായത്തിൽപ്പെട്ടതല്ല എന്ന് മുഹമ്മദ് നബി. വലിയവർ എന്ന് പറഞ്ഞാൽ പല നിലക്കും വലുതാവും, ചെറിയവർ എന്ന് പറഞ്ഞാൽ പല നിലക്കും ചെറുതാവും. ഏത് നിലക്ക് ചെറുതായാലും ഏത് നിലക്ക് വലുതായാലും ഹദീസ് ജീവിതത്തിലേക്ക് വരണമെന്ന്. സ്വന്തം വീട്ടിലെ കുട്ടികളോട് കാരുണ്യം കാണിക്കാറുണ്ടോ? അയൽപക്കത്തെ വീട്ടിലെ കുട്ടികളോട് കാരുണ്യം കാണിക്കാറുണ്ട്. ഞങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. അയൽപക്കത്തെ വീട്ടിൽ നിന്ന് ഒരു കുട്ടി നമ്മുടെ വീട്ടിക്ക് വിരുന്ന് വന്നു, ഒരു ഗ്ലാസ് ചായ കൊടുത്തു. അവനെ ചായ കുടിക്കുമ്പോ ഗ്ലാസ് വീണ് പൊട്ടി. എന്താ പറയാ? സാരല്ല, കുട്ടികളാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഗ്ലാസ് അല്ലേ, 20 ഉറുപ്പ്യല്ലേ ഉള്ളൂ, ഇവിടെ ഇഷ്ടം പോലെ ഗ്ലാസ് ഉണ്ട് എന്നൊക്കെ പറയും. ആ ഗ്ലാസ് വീണ് പൊട്ടിയത് നമ്മുടെ കുട്ടിയുടെ കയ്യിൽ നിന്നാണെങ്കിലോ ബദർ യുദ്ധം ഉറപ്പ്. ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ, ഞാൻ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കുട്ടിയോട് കാരുണ്യമുണ്ടോ? കുട്ടിയോട് കാരുണ്യം ഉണ്ടെങ്കിൽ അയൽപക്കത്തെ കുട്ടിയോട് കാണിച്ച ആ കാരുണ്യം അവനാന്റെ മക്കളോടും കാണിക്കണ്ടേ? അവനാന്റെ കുട്ടിയോടും കാണിക്കണ്ടേ? അത് എന്തല്ലാത്തത്? കുട്ടികളാവുമ്പോ ഹൗദിന്ന് കുറച്ച് വെള്ളമൊക്കെ മുക്കും, കാൽമക്കൂടിയൊക്കെ ഒന്ന് പാരും, സുപ്രഭാതത്തിന് ഫോട്ടോ ഒക്കെ വെട്ടും, കണ്ണടയുടെ കാലൊന്ന് കേടൊന്നു എന്നൊക്കെ വരും. അതിങ്ങനെ ചൊറിഞ്ഞ് മാന്തി അപ്പടി ഇപ്പടി അതെടുക്കരുത് ഇതെടുക്കരുത്. സൈക്കിൾമ കയറിയാലും പ്രശ്നം, കയറിയില്ലെങ്കിലും പ്രശ്നം. സൈക്കിൾ കയറാനുള്ള തന്നെയല്ലേ? സൈക്കിൾ കയറാനുള്ള തന്നെയല്ലോ. കുറച്ചിങ്ങനെ വയസ്സായ മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാകുക 3 സമയത്താണ്. അത് കേട്ടോളി എല്ലാവരും. 3 സമയത്താണ് മാറ്റം ഉണ്ടാകുക. 1 പ്രായം തികയുമ്പോ, 2 ജോലി കിട്ടുമ്പോ, 3 റിട്ടയർഡ് ആവുമ്പോ. 3ഉം പറഞ്ഞുതരാന്. 1 പ്രായം തികയുമ്പോ എന്ന് പറഞ്ഞാല് ബുലൂഗാവുമ്പോ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, വലിയ കുട്ടിയാവുമ്പോ. വാപ്പ പറയല്ലോ ഇപ്പൊ വലിയ കുട്ടിയായി എന്ന് പറയല്ലോ. അപ്പൊ ഓനും ഇങ്ങനെ തോന്നുക, ഞാൻ ഇപ്പൊ വലിയ കുട്ടിയായിട്ടുണ്ട്, ഇനി ആരും എന്നോട് ഇങ്ങോട്ടൊന്നും പറയണ്ട, എല്ലാരോടും ഞാൻ അങ്ങോട്ട് പറഞ്ഞോളാം. ഒന്നും എടുക്കാൻ തയ്യാറാവൂല വലിയ കുട്ടിയായാല്. അങ്ങനല്ലല്ലോ, ഏത് വലിയ കുട്ടിക്കും അതിന്റെ മേലെ പറയാൻ വേറൊരാൾ വേണം. അപ്പൊ എന്നോടും പറയാൻ ഒരാൾ വേണമല്ലോ. എന്റെ ഉസ്താദുണ്ട്, ഹയാത്തിലുണ്ട്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. എന്റെ വാപ്പയുണ്ട്, ഹയാത്തിലുണ്ട്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ആരോടും പറയാൻ ഒരാൾ വേണം, ആരോടും കൽപ്പിക്കാൻ ഒരാൾ വേണം, ആരോടും അവിടെ നിൽക്കണമെന്ന് പറയാൻ ഒരാൾ വേണം, ഇരിക്കണമെന്ന് പറയാൻ ആൾ വേണം. ഇല്ലെങ്കിൽ കേടുവരും. വാപ്പ മരിച്ചാൽ വാപ്പാന്റെ സ്ഥാനത്ത് വേറൊരാളെ കാണണം, അമ്മാവനെ കാണണം, അല്ലെങ്കിൽ വാപ്പാന്റെ ഒരു കൂട്ടുകാരനെ കാണണം. എന്റെ വാപ്പ മരിച്ചു, നിങ്ങളാണ് എന്റെ ഉപ്പാന്റെ സ്ഥാനത്തിട്ടോ എന്ന് പറയണം. ഒരു ഉസ്താദ് മരിച്ചാൽ വേറെ ഉസ്താദ് വേണം. എപ്പോഴും നമ്മുടെ മേലെ സംസാരിക്കാൻ ഒരാൾ വേണം. അപ്പോഴേ കാര്യം ക്ലിയർ ആവുള്ളൂ. അപ്പൊ അത് കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും വേണം. മനുഷ്യന്റെ ജീവിതത്തിലെ വലിയൊരു മാറ്റാണ് വലിയ കുട്ടിയാവുമ്പോ. തഹസീലാവുമ്പോ വലിയൊരു മാറ്റാണത്. ഞാൻ തഹസീൽ പൈസ ആയില്ല, ഇനിയിപ്പോ ഒന്നും വേണ്ട, ബാക്കവി ആയില്ല, ദാരിമി തേഞ്ഞില്ലേ എന്നുള്ളതാണ്. ആരോടും കൽപ്പന പറയാൻ, ആംഗ്യം കാണിക്കാൻ, ഇഷാറത്ത് ചെയ്യാൻ ഒരാളുണ്ടായിരിക്കണം.